ഗെറ്റ് ആൻഡ് ബാക്ക്. ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്നത് ഒരു ഫ്രേസൽ വേർബ് ആണ്. അതിൻ്റെ മീനിങ് ടു റിട്ടേൺ, തിരിച്ചു വരിക. വെൻ ഡിഡ് ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ചു വന്നത്? ഇത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മെയിൻ വേർബ് ഗെറ്റ് ബാക്ക് എന്നതാണ്. ഹെൽപ്പിംഗ് വേർബ് ഡിഡ്. പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചത്. ഇനി അവൻ എപ്പോഴാണ് തിരിച്ചു വരാറുള്ളത് എന്നാണെങ്കിൽ വെൻ ഡസ് ഹി ഗെറ്റ് ബാക്ക് എന്നാണ് ചോദിക്കേണ്ടത്. വെൻ ഡസ് ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ചു വരാറുള്ളത്? ഹെൽപ്പിംഗ് വേർബ് ഡസ് ഉപയോഗിച്ചത് സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ്. വെൻ ഡു യു ഗെറ്റ് ബാക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരാറുള്ളത്? വെൻ ഡു യു ഗെറ്റ് ബാക്ക്? അപ്പോൾ ഡു, ഡസ് ഒക്കെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. വെൻ ഡസ് ഹി ഗെറ്റ് ബാക്ക്? എപ്പോഴാണ് അവൻ തിരിച്ചു വരാറുള്ളത്? വെൻ വിൽ ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോൾ തിരിച്ചു വരും? ഇത് ഫ്യൂച്ചർ ടെൻസിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ വെൻ ഡിഡ് ഹി ഗെറ്റ് ബാക്ക്? വെൻ ഡസ് ഹി ഗെറ്റ് ബാക്ക്? വെൻ ഡു യു ഗെറ്റ് ബാക്ക്? ഇങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെൻ ഡിഡ് ഹി ഗെറ്റ് ബാക്ക് എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ എങ്ങനെ പറയുക? ഹി ഗോട്ട് ബാക്ക് ലാസ്റ്റ് നൈറ്റ്. അവൻ ഇന്നലെ രാത്രി തിരിച്ചു വന്നു. ഹി ഗോട്ട് ബാക്ക് ലാസ്റ്റ് നൈറ്റ്. ഗോട്ട് ബാക്ക് എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ മീനിങ് റിട്ടേൺഡ്. ഹി റിട്ടേൺഡ് ലാസ്റ്റ് നൈറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ഹി ഹാസൻറ്റ് ഗോട്ട് ബാക്ക് യെറ്റ്. ഹി ഹാസൻറ്റ് ഗോട്ട് ബാക്ക് യെറ്റ്. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഗെറ്റ് ബാക്ക് എന്നത് V1 ഫോം ഓഫ് ദ വേർബ് ആണ്, ബേസ് ഫോം. ഗോട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസായി. അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗോട്ട് ബാക്ക്. ഹി ഹാസൻറ്റ് ഗോട്ട് ബാക്ക് യെറ്റ്. അവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഡിഡ് യു ഗെറ്റ് യുവർ മണി ബാക്ക്? ഡിഡ് യു ഗെറ്റ് യുവർ മണി ബാക്ക്? നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടിയോ? ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഫ്രേസൽ വേർബ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഗെറ്റ് ആൻഡ് ബാക്ക്. ഈ രണ്ട് വാക്കുകളുടെ ഇടയിൽ യുവർ മണി എന്ന ഒരു ഓബ്ജക്റ്റ് വന്നു. ഡിഡ് യു ഗെറ്റ് യുവർ മണി ബാക്ക്? വാസ് യുവർ മണി റിട്ടേൺ ടു യു എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ എന്ന് തന്നെയാണ്. യെസ്, ഐ ഗോട്ട് ഇറ്റ് ബാക്ക്. യെസ്, എനിക്ക് അത് തിരിച്ചു കിട്ടി. ഐ ഗോട്ട് ഇറ്റ് ബാക്ക്. ഇറ്റ് എന്നത് ഒരു പ്രോനൗൺ ആണ്. ഇനി ഗെറ്റ് ബാക്ക് എന്ന ഫ്രേസൽ വേർബ് റിലേഷൻഷിപ്സ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ചില സ്പ്ലിറ്റ് വരും, ചില വിള്ളലുകളൊക്കെ വരും. പക്ഷേ അത് പിന്നീട് ശരിയായി വരില്ലേ? അതിനെയാണ് ഗെറ്റിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടുഗദർ. അവർ വീണ്ടും അവരുടെ ആ സ്പ്ലിറ്റ്, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ടായ വിള്ളലുകളൊക്കെ മാറി എന്നർത്ഥം. ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടുഗദർ. ഗെറ്റ് ബാക്ക് എപ്പോഴും ചില പ്രിപ്പോസിഷൻസിൻ്റെ ഒപ്പം ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അറ്റ്, ടു, ഇൻ ടു, ഓൺ, ഫ്രം ഒക്കെ. ഇത്തരം പ്രിപ്പോസിഷൻസ് ഒക്കെ ഗെറ്റ് ബാക്ക് എന്ന ഫ്രേസൽ വേർബിനൊപ്പം ഉപയോഗിക്കാറുണ്ട്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ. ഇതിനർത്ഥം ഐ വിൽ റിട്ടേൺ യുവർ കോൾ എന്നാണ്. പലപ്പോഴും നമുക്ക് ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ, ഫോണിലോ മറ്റോ വിളിക്കുമ്പോൾ നമുക്കത് ആ ഫോൺ എടുക്കാനാവാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കില്ലേ? ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ റിട്ടേൺ യുവർ കോൾ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ. ഇത് ഒരു കോളിൻ്റെ കാര്യം മാത്രമല്ല, ചിലപ്പോൾ ഒരു ഇമെയിലിൻ്റെ കാര്യമാവാം, ടെക്സ്റ്റ് മെസ്സേജസിൻ്റെ കാര്യമാവാം. ഗെറ്റ് ബാക്ക് ടു യു, ഇവിടെ ഗെറ്റ് ബാക്ക് ടു. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ടീച്ചിങ്. ഗെറ്റ് ബാക്ക് ഇൻ ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ടു എന്ന പ്രപ്പോസിഷൻ ഗെറ്റ് ബാക്ക് എന്ന ഫ്രേസൽ വേർബിനൊപ്പം ഉപയോഗിച്ചു. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ടീച്ചിങ്. ടീച്ചിങ് എന്നത് ഒരു പ്രൊഫഷനാണല്ലോ. അപ്പോൾ ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവൾ ടീച്ചിങ്ങിലേക്ക് തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ചിലപ്പോൾ ചില പ്രൊഫഷനിലൊക്കെ അത് ടീച്ചിങ് തന്നെ ആകണം എന്നില്ല. ഏതൊരു പ്രൊഫഷനിലായാലും ചിലപ്പോൾ കുറച്ച് നാൾ വിട്ടു നിന്നിട്ട് കുറച്ച് നാൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരില്ലേ? അതാണ് ഗെറ്റ് ബാക്ക് ഇൻ ടു. അവിടെയും ടു റിട്ടേൺ എന്ന മീനിങ് തന്നെയാണ്. ഐ സ്റ്റോപ്ഡ് പ്ലേയിങ് ഗിറ്റാർ ബട്ട് നൗ ഐ ആം ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ഇറ്റ്. ഞാൻ കുറച്ച് നാൾ ഗിറ്റാർ പ്ലേ ചെയ്യുന്നതൊക്കെ നിർത്തി,
പക്ഷേ നൗ ഐ ആം ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ഇറ്റ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് തിരിച്ചു വരുന്നു. ഐ ആം റിട്ടേണിംഗ് ടു ഇറ്റ്. ഗെറ്റ് ബാക്ക് അറ്റ്. ഗെറ്റ് ബാക്ക് അറ്റ് എന്നാൽ ടു ടേക്ക് റിവെഞ്ച് എന്നാണ്. ഒരു തരത്തിൽ തിരിച്ചു കൊടുക്കൽ തന്നെയല്ലേ അത്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹിം. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹിം എന്ന് പറഞ്ഞാൽ ഹീ ഡിഡ് സംതിങ് ടു മീ, സോ ഐ ആം ഗോയിങ് ടു ഡു സംതിങ് ടു ഹിം. അവൻ എന്നോട് ചെയ്ത ഒരു കാര്യം, അതിന് ഞാൻ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കും മീൻസ് ടു ടേക്ക് റിവെഞ്ച്, പ്രതികാരം ചെയ്യും എന്ന മീനിങ് തന്നെയാണ് അവിടെ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയുന്നതും ഐ വിൽ ഗെറ്റ് ബാക്ക് അറ്റ് യു എന്ന് പറയുന്നതും തമ്മിൽ എത്രയോ ഡിഫറൻ്റാണ്. ആദ്യത്തെ സെൻറ്റൻസിൽ ടു ഉപയോഗിച്ചു, സെക്കൻഡ് സെൻറ്റൻസിൽ അറ്റ് ഉപയോഗിച്ചു. ഈ രണ്ട് പ്രെപ്പോസിഷൻസ് മാറ്റി ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിനുണ്ടാകുന്ന ഒരു ഡിഫറൻസ് നോക്കൂ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ ഐ വിൽ റിട്ടേൺ യുവർ കോൾ എന്നാണ്. പക്ഷേ ഐ വിൽ ഗെറ്റ് ബാക്ക് അറ്റ് യു എന്ന് പറഞ്ഞാൽ ഐ വിൽ ടേക്ക് റിവെഞ്ച്, ഐ വിൽ ഹേർട്ട് യു, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും എന്നാണ്. അപ്പോൾ വളരെ ഡിഫറൻ്റാണ് പ്രെപ്പോസിഷൻസ് മാറ്റി ഉപയോഗിച്ചാൽ വരുന്നത്. ഗെറ്റ് ബാക്ക് എന്നതിന് മൂവ് ബാക്ക് എന്ന ഒരു മീനിങ് ഉണ്ട്, പിൻവാങ്ങുക. എപ്പോഴെങ്കിലും ഒരു ഡേഞ്ചറൊക്കെ വരുമ്പോൾ ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ മൂവ് ബാക്ക്. മൂവ് ബാക്ക് എന്നാണ്. അത് ഒരു അപകടത്തിൻ്റെ സൂചനയാണ്. ദ പോലീസ് ടോൾഡ് ദ ക്രൗഡ് ടു ഗെറ്റ് ബാക്ക്. ദ പോലീസ് ടോൾഡ് ദ ക്രൗഡ് ടു ഗെറ്റ് ബാക്ക്.